ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോ മിറർ മേക്കപ്പ് ചാലഞ്ച് വീഡിയോ ആണ്. മിറർ ഇല്ലാതെ ഞാൻ മേക്കപ്പ് ചെയ്യണം വിത്ത് ലെഫ്റ്റ് ഹാൻഡ്. ലെഫ്റ്റ് കൈ വെച്ചിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യണം, അത് മിറർ ഇല്ലാതെ. നമുക്കറിയാം മിറർ ഇല്ലാതെ മേക്കപ്പ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ ഞാൻ മിറർ ഇല്ലാതെയും ചെയ്യണം, ലെഫ്റ്റ് കൈ വെച്ചും ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഞാൻ ക്ലെൻസർ ഇട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയ ലിപ് ബാമും കൂടി ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നും ഞാൻ ഫേസിൽ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു മോയ്സ്ചറൈസർ ഇടാൻ പോവുകയാണ്. ഇത് ഈ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് ഓപ്പൺ ചെയ്യാം, അല്ലാണ്ട് നമ്മൾ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്താലും നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതാണ് ഈ കളിയുടെ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, വീഡിയോയിലോട്ട് പോകാം. നമുക്ക് മേക്കപ്പ് ഇടാൻ തുടങ്ങാം. ആദ്യം ഞാൻ ഇടാൻ പോകുന്നത് മോയ്സ്ചറൈസറാണ്, മിനിമലിസ്റ്റിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇത് ഞാൻ തുറക്കുന്നത് ലെഫ്റ്റ് കൈ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വലത്തെ കൈ കൊണ്ട് പോലും മര്യാദയ്ക്ക് മേക്കപ്പ് ഇടാൻ അറിയാത്ത ഞാൻ ഇടത്തെ കൈ കൊണ്ടൊന്ന് ഇടാൻ പോകണം ഗൈസ്. മുടിയൊക്കെ ഒതുക്കിക്കട്ടെ. മേക്കപ്പോ ഇല്ല, അപ്പോൾ വലിയ വൃത്തിയോട് അറിയാതിരിക്കാനാണ് ഞാൻ മുടി അഴിച്ചിട്ടത്. എല്ലായിടത്തും ആയോന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഫോണിൻ്റെ ബാക്ക് ക്യാമറയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ആശ്രയമില്ല. ഞാൻ എവിടേക്ക് ഇടുന്നതെന്ന് ഒരു പിടിയില്ല. വലത്തെ കൈ ഉപയോഗിക്കത്തില്ല ഗൈസ്. ഓക്കെ, ഈ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് റീടേക്ക് എടുക്കാൻ നമുക്ക് പറ്റില്ല. പ്രത്യേകിച്ച് മേക്കപ്പും കൂടെ ആയതുകൊണ്ട് നമുക്ക് റീടേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ആയോന്ന് പോലും എനിക്കറിയത്തില്ല. അത് ചെയ്ത് പഠിക്കുന്നതല്ലേ, കാരണം എങ്ങാനും വലത്തെ കൈക്കുമല്ലോ പറ്റിയാലും ഇടത്തെ കഴിച്ച് ചെയ്യാമല്ലോ. അപ്പോൾ മോയ്സ്ചറൈസർ എല്ലായിടത്തും അപ്ലൈ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി സൺസ്ക്രീൻ ഇടാം. സൺസ്ക്രീൻ അക്വാലോജിക്കയുടെ സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ വലത്തെ കൈയിലാണ് എടുക്കുന്നത്, കാരണം ഇത് ഇടത്തെ കൈയിലോട്ടാണ് എടുക്കാൻ പറ്റത്തില്ല. അപ്പം വലത്തെ കൈ എടുക്കാം. എനിക്ക് ചിരി വരാം. അപ്പോൾ ഇതും ഇടത്തെ കൈയിലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എവിടെയൊക്കെ ആയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ രണ്ട് കൈകൊണ്ടും കണ്ണാടി നോക്കിയിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോഴുള്ള കോലാണോ ഞാൻ ഈ ഇടത്തെ കൈകൊണ്ട് കണ്ണാടി പോലും ഇല്ലാതെ ചെയ്യുമ്പോൾ എന്ന് നമുക്ക് നോക്കാം. സൺസ്ക്രീനും എല്ലായിടത്തും ശരിയായി തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയാണ് പ്രശ്നം വരാൻ പോകുന്നത്. അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഐബ്രോസ് ആണ്. അപ്പോൾ ഐബ്രോ പെൻസിൽ എടുക്കാം. സോറി, നമുക്ക് ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കാം. ശരി, അതായിരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ കുറച്ച് ഭാഗത്ത് ഐബ്രോസ് ഇല്ല, അപ്പം ഞാൻ അവിടെയാണ് ഫിൽ ചെയ്ത് കൊടുക്കാറ്. മൊത്തം ഞാൻ ഫിൽ ചെയ്യാറില്ല. അപ്പം ആ ഭാഗം നോക്കുന്നത് എവിടെയാണ് നോക്കിയിട്ട് ദൈവമേ, ഇവിടെയാണെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല കൃത്യമായിട്ട്.
കാക്കകളെൻ്റെ കോൺസെൻട്രേഷൻ കളയാണ് ഗൈസ്. തെളിയുന്നുണ്ടോ ഇത്? ഇവിടെയാണെന്ന് തോന്നുന്നു ഞാൻ ഫിൽ ചെയ്തത്, എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മളിനി ഇപ്പുറത്തെ ഐബ്രോസും കൂടെ വരച്ചു കൊടുക്കാം. കൃത്യമായിട്ടാണോ വരയ്ക്കുന്നത് എനിക്ക് ഒരു ഐഡിയയും ഇല്ല. വരച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഐ മേക്കപ്പിലോട്ട് കടക്കാൻ പോവാണ്. അപ്പോഴത്തേക്കും ഞാനൊരു ഐ ഷാഡോ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന കളർ, ഞാനൊരു ഗോൾഡൻ കളർ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കതിടാം. ബ്രഷ് ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ആ ബ്രഷ് യൂസ് ചെയ്ത് ചെയ്യാൻ വേണ്ടി പ്രോ അല്ല. ഞാൻ കൈ വെച്ച് തന്നെ ഇടുമ്പോഴാണ് എനിക്കൊരു ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നുന്നത്. കൈ വെച്ചിടുമ്പോഴാണ്. ഇതിപ്പോൾ കുറവാണോ കൂടുതലാണോ ഒന്നും ഒരു ഐഡിയ ഇല്ല. നമ്മളങ്ങ് ഇടുവാണ്. കുറച്ച് ലൈറ്റായിട്ട് ഇടുന്നുള്ളൂ. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ കണ്ണെഴുതാൻ പോകണം. ഇതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇവിടെ ഞാനൊരു ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. വലത്തെ കൈ കൊണ്ട് തന്നെ കണ്ണാടി നോക്കി മര്യാദയ്ക്ക് എഴുതാൻ അറിയാൻ വയ്യാത്ത ഞാൻ ഇടത്തെ എഴുതാൻ പോവാണ്. ഞാൻ ചിലപ്പോൾ നിങ്ങൾ ഓടും കിട്ടും. ഓടരുത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടതാണ്. കറക്റ്റായോ? കരിങ്കാളിയല്ലേ ഇപ്പം അങ്ങനെ. കറക്റ്റാണോ? ഇടത്തേക്ക് ഉണ്ടായിട്ട് ഭയങ്കര പാടാണ്. ഈ കണ്ണിനകത്ത് കുത്തുപോയായിരുന്നു. കറക്റ്റാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഞാൻ കണ്ണിൻ്റെ താഴെ കണ്ണെഴുതുന്ന ഒരാളല്ല. അല്ല അത് എഴുതാനും ഞാൻ കാര്യം, അല്ലെങ്കിൽ പിന്നെ ഞാൻ കണ്ണിനകത്ത് കുത്തി കയറ്റിയാണ് പെൻസിൽ. കുറച്ചേ എഴുതുന്നുള്ളൂ, കാരണം ഇനി എഴുതി കൂടുതലായി പോകും. അല്ലെങ്കിൽ ഞാൻ കണ്ണിൽ കുറച്ച് ഐലൈനർ യൂസ് ചെയ്യാം. കുറച്ച് ലൈറ്റായിട്ട് എഴുതാറുള്ളൂ. ഇപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടു, സൺസ്ക്രീൻ ഇട്ടു, നമ്മൾ ഐബ്രോസ് എഴുതി, കണ്ണെഴുതി, നമ്മൾ ഐ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ലിപ്സ്റ്റിക്ക് ഇടാൻ പോവാണ്. ഞാനിപ്പോൾ ഓൾറെഡി ഒരു ഇതിട്ടായിരുന്നു, ഒരു ലിപ് ബാം ഇട്ടായിരുന്നു. ലിപ്സ്റ്റിക്ക് ഞാൻ ചിലപ്പോൾ കുഴപ്പമില്ലാതെ ചാൻസ് ഉണ്ട്. കാരണം ലിപ്സ്റ്റിക്ക് വലിയ പ്രശ്നം വരുന്നില്ല എനിക്ക്. അപ്പം ലിപ്സ്റ്റിക്കിന് വലിയ കുഴപ്പം നമുക്ക് വരത്തില്ല ഇടാനായിട്ട്. ഇനി ഞാനാണെങ്കിൽ ഇതൊന്ന് കുറച്ച് ലാസ്റ്റ് ഇരിക്കാനായിട്ട് ഒരു ലാക്മിയുടെ ഒരു റെഡ് ലിപ്സ്റ്റിക്കും കൂടെ ഇടും. മറ്റേതാകുമ്പോൾ അത് പോകും. അത് മാസ്കിൻ ലിപ്സ്റ്റിക്കാണ്, അത് ക്രയോണാണ്, ചിലപ്പോൾ അതങ്ങ് പോകും. ചേർക്കുന്നു. കറക്റ്റാണോ? അപ്പോൾ ഇതും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി ഫൈനലി നമുക്ക് മൂടി ചെയ്യുക. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ നല്ല മേക്കപ്പ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യണം.
അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് ലുക്ക്. എൻ്റെ ഐ മേക്കപ്പ് ഞാൻ കുറച്ചുകൂടി ക്ലോസിൽ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. കണ്ടു, ഇതാണ് എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് വെച്ചുള്ള മേക്കപ്പ്. അപ്പോൾ നമുക്ക് ഇനി കണ്ണാടിയിൽ പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ കണ്ണാടി എടുത്തിട്ട് സൂപ്പർ, പിരുവത്തിൻ്റെ മണ്ടയ്ക്ക് സൂപ്പറായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഐ മേക്കപ്പ് എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല, ആകെപ്പാടെ കുളമായിട്ടുണ്ട്. മുഖം കഴുകാം, അതല്ല വേറെ നടപടിയൊന്നും തോന്നില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറ ഒന്ന് ക്ലോസിൽ കാണിച്ചു തരാൻ നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് മേക്കപ്പ്. ആരും ചെയ്യാതിരിക്കുക, കാരണം മിറർ നോക്കി നന്നായിട്ട് സമയം എടുത്ത് 2 കൈകൾ ഉപയോഗിച്ച് മാത്രം മേക്കപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതൊക്കെ പോയി കഴിക്കലേക്ക്. ടാറ്റാ, ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.